വിദ്യാഭ്യാസ മേഖല, സ്ത്രീ വിദ്യാഭ്യാസ മേഖല, മദ്രസ വിദ്യാഭ്യാസ മേഖല, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ സമസ്ത അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നാണ്. പിന്നെ മാത്രവുമല്ല, ഈ നവോത്ഥാനത്തിൻ്റെ അസ്തിത്വം അവരാണ് എന്ന് വരുത്തണം. അതെ, അപ്പോൾ ഈ യാത്രയിൽ തന്നെ സമസ്തയിലെ ഒരു മുസ്ലിയാർ നടത്തിയ വർത്തമാനം കേൾക്കാം നമുക്ക്. ഈ യാത്രയിൽ നിങ്ങൾക്കറിയാം, മതരംഗത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, 11,000-ൽ പരം പ്രാഥമിക മതപാഠശാലകൾ, മദ്രസകൾ സ്ഥാപിച്ചു. സമസ്ത ഇത് സ്ഥാപിച്ച് മുന്നോട്ട് പോയി. ഇത് കണ്ടിട്ടാണ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ മുസ്ലിയാക്കന്മാരനെ പൊതുവെ പ്രയോഗിക്കുന്നത് പ്രയോഗമുണ്ട്, കല്ല് വെച്ച നോണാണ്. അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. കുറേ മദ്രസകളെ എണ്ണം പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്നാണ്. ശരിക്ക് അമ്പലക്കടവ് ഹമീദ് വൈസി ചരിത്രം അറിഞ്ഞിട്ട് കളിക്കുകയാണോ അറിയാതെ എവിടുന്നോ കേട്ടത് കണ്ട് എന്തെങ്കിലും പറയാന്നറിയില്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഈ താനൂര് പ്രദേശത്ത് സുബ്ഹാനല്ലാഹ് വളരെ നേരത്തെ മദ്രസ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഈ താനൂർ പ്രദേശം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്രസകൾ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, അതേപോലെ മറ്റ് സംഘടനകൾ വരുന്നതിന് മുമ്പ് തന്നെ സുന്നത്ത് ജമാഅത്തിന് കേരളത്തിൽ മദ്രസകൾ ഉണ്ടായിരുന്നു, യാതൊരു സംശയവും ഇല്ല. നിങ്ങൾക്കറിയില്ലേ, വാഴക്കാട് 1909 മഹാനായ മർഹൂം കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ എത്തുന്നത്. ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഗുരുവര്യനാണ് കുഞ്ഞഹമ്മദ് ഹാജി. ഇവിടെ തിരൂരങ്ങാടിയിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ആ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ നേതാവായിരുന്നു. മങ്കൂസ് മൗലിദ് ഓതുന്ന എ ക്ലാസ് സുന്നിയായിരുന്നു. ആ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ വാഴക്കാട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മദ്രസയുടെ പേരാണ് തൻമിയത്തുൽ ഉലൂം മദ്രസ വാഴക്കാട്. ബഹുമാനപ്പെട്ടവരവിടെ ചെന്നതിന് ശേഷം വലിയ വിദ്യാർത്ഥികളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നത് കൂടുതൽ പരിഷ്കരിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ദാറുൽ ഉലൂം എന്ന് പേരിട്ടത്. അങ്ങനെയാണ് അവിടെയാണ് മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കം സേവനം ചെയ്തതും അതുപോലെ പല പണ്ഡിതന്മാരും പഠിച്ചു വളർന്നതും. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1909 തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കേരളത്തിൽ മദ്രസയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ താനൂർ പ്രദേശത്ത് 1924 ഇസ്ലാഹുൽ ഉലൂം മദ്രസയുണ്ട്. ഇനി എന്തിനധികം പറയണം, ഇന്ന് നമ്മൾ കാണുന്ന മദ്രസാ പ്രസ്ഥാനത്തിന് മുഴുവനും വളരെ കൃത്യമായ രൂപരേഖയുണ്ടാക്കിയ അതിന് നിമിത്തമായ സമ്മേളനമാണ് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നടന്ന 1951 മാർച്ച് മാസത്തിലെ സമ്മേളനം. ആ സമ്മേളനത്തോടനുബന്ധിച്ചാണ് അതേ അൽബയാൻ മാസികയിൽ ബഹുമാനപ്പെട്ട മർഹൂം എം.എ. ഉസ്താദ് അവിടെ ഇവിടങ്ങളിലായി നടക്കുന്ന എല്ലാ മദ്രസകളും ഏകീകരിച്ച് വളരെ കൂടുതൽ ശാസ്ത്രീയമായ സിലബസോടുകൂടെ നടത്തണമെന്ന് ലേഖനമെഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ ചേർന്ന പണ്ഡിത സഭയാണ് അതേ ഏകീകരണ സ്വഭാവം കൊണ്ടുവരണം മദ്രസ കുറെ ഉള്ളത് കൊണ്ടാണല്ലോ ഏകീകരണം. മുഹത്താബുല്ലാഹുന് തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചതുപോലെ തറാവി നിസ്കാരം നടക്കുന്നുണ്ട്. അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസകൾ അതിന്റെ ഏകീകരണ സ്വഭാവമാണ് അന്നത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നാടായ അതേ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവറുകളുടെ നാടായ ആ വാളക്കുളത്ത് 1951 സെപ്റ്റംബർ 17 പ്രഥമ മീറ്റിംഗ് ചേരുന്നത്. 37 പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. 17 ആളുകൾ ഓരോ ഉറുപ്പിക പണ്ഡിതന്മാര് സംഭാവന ചെയ്തു. മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ 25 രൂപയാണ് സംഭാവന വെച്ചത്. മറ്റുള്ളവരൊക്കെ ഓരോ ഉറുപ്പികയാണ് എടുത്തത്. അങ്ങനെ അവിടെ വെച്ച് അതിന് കമ്മിറ്റി ഉണ്ടാക്കി. 1952 പാഠപുസ്തകങ്ങൾ 5ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി. മുഅല്ലിം ട്രെയിനിങ് ക്ലാസ് 1952 ഡിസംബർ മാസത്തിൽ ട്രെയിനിങ് ക്ലാസ് കൊടുത്തു. നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളാണ് മദ്രസയുടെ ആളുകളെന്ന് പലപ്പോഴും പറയുന്ന കക്ഷികൾ ആലോചന നടത്തുന്നത് 1955 അവർ ബോർഡ് ഉണ്ടാക്കുന്നത് 1956 മാർച്ച് 31 തീയതിയാണ്.
അപ്പൊ ഇവിടെ മദ്രസ സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഈ വ്യവസ്ഥാപിതമായ മദ്രസകൾ സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രീതി എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക, ആശയങ്ങൾ കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു കാര്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, അതേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താനുൽ മൗസ്താദ് അവറുകൾ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള മുദ്രാവാക്യമാണ് ഉന്നയിച്ചത് എന്ന് എല്ലാ കക്ഷികളും വന്ന് പറയുന്നില്ലേ? അതിന്റെ കാരണം സമസ്തയുടെ പൂർവ്വകാല പതിവതാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരിക്കലും ജനങ്ങൾ പരസ്പരം ബഹളം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല, പരസ്പരം അതേ കൊല്ലാനോ തല്ലാനോ ഉണ്ടാക്കിയ സംഘടനയല്ല, ഒരിക്കലും പരസ്പരം തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് പണ്ഡിത സഭ.